അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ സലാത്ത് ചൊല്ലണം. ഞാൻ ഇന്നിങ്ങനെ വരുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ പ്രസംഗം, നമ്മളെ സംഘടനയിൽപ്പെട്ട ആളല്ല, ആ പ്രസംഗം അവരുടെ സംഘടനയിൽ തന്നെ പെട്ട അവരുടെ നേതാക്കൾ ക്ലിപ്പിട്ടിട്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നത് വണ്ടിന്ന് ഞാൻ കേട്ടു. അപ്പൊ നോക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുമ്പോ സലാത്ത് ഒരൊറ്റ സ്ഥലത്തൊരു സലാത്ത് ചൊല്ലിപ്പോകുന്നില്ല. നബി മുഹമ്മദ് നബി എനിക്കിങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഒരിക്കലെങ്കിലും ഒരു സലാത്ത് ചൊല്ലണ്ടേ, അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെയോ ആയിഷ ബീവിയുടെ അച്ഛൻ, ആയിഷ ബീവിയുടെ അമ്മ എന്നൊക്കെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഇത്തരം വാചകം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് ജനിച്ചത് 570-ലാണ്. AD 570 ജനിച്ചു. 632 മരിച്ചു പോയിട്ടുള്ള മക്കയിലെ മരുഭൂമിയില് ഒരു വിദൂര ദേശത്ത് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം 63 വയസ്സാണല്ലോ ടോട്ടല് ജീവിച്ചത്. ഈ 63 വയസ്സിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു 2 ഭർത്താക്കന്മാരും മരിച്ചു പോയതാണ്. 4-5 മക്കൾ ഉണ്ടായിരുന്നു. 40 വയസ്സായിരുന്നു നബിക്ക്. 25 ഈ സ്ത്രീയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ 25 വർഷങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് 50 വയസ്സ്, ഖദീജക്ക് 65 വയസ്സ്. 65 വയസ്സാകുമ്പോ ഖദീജ മരണപ്പെട്ടു പോയി. മുഹമ്മദ് നബിക്ക് അപ്പോ 2 ഭർത്താക്കന്മാരും മരിച്ചുപോയി. നബിയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന സഹാബി നബിയുടെ അമ്മായിയുടെ മകൾ, അച്ഛന്റെ സഹോദരിയുടെ മകൾ ആയിരുന്ന സൈനബ് ബിൻത്ത് ജഹ്ഷിനെ നബി തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവര് 1 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചു. പിന്നെ വിവാഹമോചനം നടത്തിയിട്ട് കല്യാണം കഴിക്കുന്നത് നബിയാണ്. അപ്പൊ അത് അന്ന് അവിടെ അത് ഈ പറഞ്ഞ പോലെ അന്നത്തെ സമൂഹത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല. അവരതിൽ അസ്വസ്ഥത ഉണ്ടാക്കി. നമ്മളിപ്പോ ഇന്ന് ശൈശവം അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമുക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഒരു ഉണ്ടായിരുന്നില്ല. ജുബൈർ ബിൻ ഉത്തൈം അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ വിവാഹബന്ധം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആയിഷ ബീവിയുടെ അച്ഛനും അമ്മയുമായ അബൂബക്കർ. ഇങ്ങനെ ഒരു മുസ്ലിമിന് സംസാരിക്കാൻ കഴിയോ? ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അദബാണ്. അതിന്റെ തുടക്കം മുതലേ അദബാണ്. നമുക്കറിയാമല്ലോ, ആദ്യമായി പിഴച്ചുപോയവൻ പിഴച്ചുപോയത് അദബ് കേട് പറഞ്ഞിട്ടാണ്. അദബ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും വലിയ അദബാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറഞ്ഞേക്കണം. സലാത്ത് അനിവാര്യമാണ്. ഇതുപോലെ മഹാന്മാരായ സഹാബികളെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞേക്കണം. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, മുസ്ലിമീങ്ങൾ അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ബാപ്പ എന്നാണ്, ഉമ്മ എന്നാണ് പറയാറ്. അല്ലെങ്കിൽ അബ് എന്നോ ഉമ്മ എന്നോ പറയാം, വാലിദെന്നോ വാലിദത്തെന്നോ പറയാം. മലയാളത്തിൽ മാതാപിതാക്കൾ എന്ന് പറയാം. അച്ഛൻ അമ്മ എന്ന പ്രയോഗം നമ്മുടെ മുസ്ലിമീങ്ങളെ മാതാപിതാക്കൾക്ക് പറയുന്ന പ്രയോഗം ഇല്ലല്ലോ. അത് വലിയ ഏറ്റവും വലിയ മഹാന്മാരുടെ പേര് പറയുമ്പോ ആ നിലക്ക് പറഞ്ഞുപോയി എന്നത് വലിയ അദബ് കേടല്ലേ? അതിന് ചിലര് ന്യായം പറയുന്നത് കേട്ടു. സുബ്ഹാനല്ലാഹ്, ന്യായം എന്താണ്? അത് കേൾക്കുന്ന സ്ഥലത്ത് ആ മുസ്ലിമീങ്ങൾ കേൾക്കാനുണ്ട് എന്നാണ്. ആ മുസ്ലിമീങ്ങൾ കേൾക്കാനുള്ളത് കൊണ്ട് നമ്മൾ റസൂലുള്ളാഹിന്റെ സലാത്ത് ഒഴിവാക്കാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിങ്ങനെ സലാത്ത് ചൊല്ലി ആദരിക്കുന്നതല്ലേ അവര് കേൾക്കേണ്ടത്. അമുസ്ലിമീങ്ങളുള്ള സ്ഥലത്ത് ബാപ്പ വരുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ പറ്റുമോ? ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ പറ്റുമോ? മുസ്ഹഫ് കൊണ്ടുവരുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാതിരിക്കാൻ പറ്റുമോ? അതേ സുഹൃത്തുക്കളെ, അതേ അമുസ്ലിമീങ്ങളെ മുന്ന് സ്വന്തം ബാപ്പാന്റെ പേര് പറയുമ്പോ എന്റെ അച്ഛനതാ വരുന്നു എന്ന് പറയാൻ പറ്റുമോ? സ്വന്തം ബാപ്പയെ സംബന്ധിച്ച് അച്ഛൻ എന്ന് പറയുമ്പോഴല്ലേ അതിന്റെ വിഷമം മനസ്സിലാകുക. ഓ സുഹൃത്തുക്കളെ, അതേ അന്തവും മുന്നമ്മബു മാറ ഐന ഫീഹിമാ
مثل حسينك قط يا سيدي خير النبي. ബാപ്പക്കും ഉമ്മക്കൊന്നും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന സ്ഥാനം കൊടുക്കുന്നില്ലല്ലോ. ഹബീബ് നബി തങ്ങൾക്കുള്ള സ്ഥാനം ആർക്കും കൊടുക്കുന്നില്ലല്ലോ. കാരണം അവിടുന്ന് അതേ ബാപ്പയെന്നും പറയാൻ പറ്റൂല, ഉമ്മയെന്നും പറയാൻ പറ്റാത്ത വിധം അതിനേക്കാളെല്ലാം എത്രയോ ഉന്നതമായ സ്ഥാനത്താണ്. ബാപ്പ ഉമ്മയുടെ നന്മകൾ മുഴുവനും ഈ ദുന്യാവിൽ ലഭിക്കുന്ന നന്മകളാണ്. ആഖിറത്തിലുള്ള ഏറ്റവും വലിയ നന്മ മുഴുവനും ദുന്യാവിലുള്ള സർവ്വ നന്മയുടെ നിമിത്തവും അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. സർവ നന്മയുടെയും നിമിത്തം അത് ദുനിയാവിലാകട്ടെ, ദീനിലാകട്ടെ, ആഖിറത്തിലാകട്ടെ, എവിടെയാണെങ്കിലും സർവ നന്മയുടെയും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയുടെ ഉമ്മയെയും അതാ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇസ്ലാമിലേക്ക് ഒരാളെയും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ഇസ്ലാമിലെക്കാരെയും കൊണ്ടുവരുന്നൊരു ദഅവത്ത് ലോകത്ത് ഇന്ന് വരെ ഒരു മുസ്ലിം പണ്ഡിതനും സ്വീകരിച്ചിട്ടില്ല. മുൻഗാമികളായ മഹാന്മാര് നടന്ന വഴിയിൽ ജീവിക്കുന്നതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് വിട്ടുകൊണ്ടൊരു ദീനുണ്ടാകാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല. പരിഷ്കാരം മൂത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകൾ ഇല്ലാതെയായി. സുബ്ഹാനല്ലാഹ്, തൊപ്പി പോയി, തലപ്പാവ് പോയി, ബിരുദമെടുത്ത പണ്ഡിതന്മാര് തന്നെ തലമറക്കാതെ യൂറോപ്യന്മാരെ കോലത്തിൽ നടക്കാൻ തുടങ്ങി, വഅദ് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഓ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കി യൂറോപ്യൻ ശൈലിയില്, അതോടുകൂടെ തന്നെ വാചകങ്ങളും യൂറോപ്യൻ ശൈലിയിലാക്കിയിട്ട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത് കൈയൊഴിക്കാൻ പറ്റൂല. അതേ, അവിടുത്തെ പേര് പറയുമ്പോ സലാത്ത് ചൊല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം, ഓർമ്മിക്കുമ്പോൾ തന്നെ സലാത്ത് ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത്. ഓ സുഹൃത്തുക്കളെ, അതിന്റെ പുറമെ അവിടുത്തെ സലാത്ത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം. വീട്ടിൽ കയറുമ്പോ സലാത്ത് ചൊല്ലണം, പള്ളിയിൽ കയറുമ്പോ സലാത്ത് ചൊല്ലണം, രണ്ടാളുകൾ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ സലാത്ത് ചൊല്ലണം, അതേ ഒരു സദസ്സ് പിരിയുമ്പോൾ സലാത്ത് ചൊല്ലണം. അതൊക്കെ സലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള, പ്രത്യേകം പുണ്യമുള്ള സമയങ്ങളാണ്. എന്നാൽ എപ്പോഴും സലാത്ത് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ്. ഏത് ദോഷം പുറത്തു പോകാനും, സുബ്ഹാനല്ലാഹ്, വൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും സലാത്ത് നിമിത്തമാണ്. സലാത്ത് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ്. ദോഷം പൊറുക്കപ്പെടുന്നതാണ്, ടെൻഷൻ നീങ്ങുന്നതാണ്. അങ്ങനെ എത്രയെത്ര ഫലങ്ങളാണ് സലാത്തിന് പറഞ്ഞിട്ടുള്ളത്. അതുണ്ടോ പറഞ്ഞാൽ തീരുന്നു.